സാറേ, ഈ യുദ്ധമാണ് നമ്മുടെ എല്ലാ കാലത്തെയും എല്ലാ ദിവസത്തെയും പ്രധാനപ്പെട്ട ഉത്കണ്ഠ 2-3 ദിവസമായിട്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആളുകൾ അറിയാൻ കാത്തിരിക്കുന്നത് ഓരോ നിമിഷവും യുദ്ധത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ്. ഇന്നിപ്പോൾ യുദ്ധത്തിലുണ്ടായ ഡെവലപ്മെൻറ്റ്, ഇസ്രായേലും അമേരിക്കയും ഒരു പക്ഷത്തും ഇറാൻ മറുപക്ഷത്തുമായുള്ള യുദ്ധത്തിൻ്റെ ഇന്നത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ജനങ്ങളോട്, പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? റിയാദിലെ അമേരിക്കൻ എംബസിയിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട്. സ്ഫോടനം ഉണ്ടായി, അവിടെ തീ കത്തി പുക ഉയരുന്നതൊക്കെ ആളുകൾ കണ്ടിരുന്നു. അതായത് ഈ ആക്രമണത്തിന് പകരം വീട്ടും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറുതെ നോക്കി ഇരിക്കാൻ പറ്റില്ല. പിന്നെ ട്രംപ് പറഞ്ഞ ഒരു സംഗതി, നേരത്തെ കരയുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ചിലപ്പോൾ വേണ്ടി വരില്ല എന്നും ട്രംപ് ഈ എംബസി ആക്രമണം കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ അത് ഈ കരയുദ്ധം വേണ്ടാന്ന് വെക്കുകയാണ്. കരയുദ്ധം കൂടി വരുമ്പോഴേ ഇതിലൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. പക്ഷേ പേടിച്ചിട്ടാണോ എന്നൊരു സംശയം കരയുദ്ധം ഇപ്പം വേണ്ട എന്ന് പറയുന്നത്. അങ്ങനെ റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. കാരണം എംബസിയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ആൾനാശം വരികയാണല്ലോ അമേരിക്കയ്ക്ക്. അപ്പം അതുകൊണ്ട് കരയുദ്ധം വേണ്ടാന്ന് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പേടിച്ചിട്ടാണോ എന്നൊരു സംശയമുണ്ട്. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് വേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 6 അമേരിക്കക്കാർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതെ, അപ്പൊ 555 ഇറാൻകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അമേരിക്കയ്ക്ക് ഓരോ മനുഷ്യന്റെ ജീവനും അവിടെ പ്രശ്നമുണ്ടാവും. കാരണം അവിടെ ഈ ശവപ്പെട്ടികൾ പോയി തുടങ്ങിക്കഴിഞ്ഞാൽ ട്രംപിന് പ്രശ്നം ഉണ്ടാവും. അപ്പൊ 6 പേര് ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 5 ആഴ്ചയോളം ഇത് വേണ്ടി വരും എന്ന് ട്രംപ് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ സംഭവം ഉണ്ടായിട്ടുള്ളത്, ദുബായ്ക്കടുത്ത് അൽ മിൻഹാദില് ഓസ്ട്രേലിയൻ വ്യോമത്താവളം ആക്രമിച്ചു ഇറാൻ. മിൻഹാദിലെ ഓസ്ട്രേലിയയുടെ വ്യോമത്താവളം, ഇത് ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രവും ദുബായിൽ ആക്രമിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ. അപ്പോൾ ഇറാൻ പറയുന്നത് ഓപ്പറേഷൻ ട്രൂത്ത്ഫുൾ പ്രോമിസ്, ഇതുവരെ നടപ്പാക്കിയിരുന്നത് ട്രൂത്ത്ഫുൾ പ്രോമിസ് തന്നെ, അതിൻ്റെ 4ാം ഘട്ടം. ആ 4ാം ഘട്ടത്തിൽ ഞങ്ങൾ അമേരിക്കൻ താവളങ്ങളാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദുബായ്, ഖത്തർ, ബഹ്റൈൻ, ജോർദാൻ, കുവൈറ്റ് ഇവിടെ ഒക്കെ ആയിട്ട് 13 താവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക്. 30,000 മുതൽ 40,000 വരെ സൈനികർ അവിടെയുണ്ട്. അവരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഇറാനൊരു ഏകോപനം ഉള്ളതായിട്ട് ഇപ്പം തോന്നുന്നില്ല. മൊത്തം സേനയ്ക്ക് ഏകോപനം ഇല്ലാത്തത് കൊണ്ടാണ് ഒമാനെതിരെയും ആക്രമണം ഉണ്ടായത് എന്ന് അൽ ജസീറയുമായിട്ട് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നടത്തിയൊരു അഭിമുഖത്തിൽ ഞാൻ കണ്ടിരുന്നു. അത് നമുക്ക് വേറെ എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇസ്രയേല് ബെയ്റൂത്തിൽ ആക്രമണം നടത്തുന്നുണ്ട്. ഹിസ്ബുല്ല മറ്റേ ഇറാന് വേണ്ടി ആക്രമണം നടത്തുന്നത് കൊണ്ട് ഈ ബെയ്റൂത്തിലെ ദഹിയയിലുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകണം ഉടൻ എന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബെയ്റൂത്തിലെ ദഹിയയിലെ ആ മേഖലയിലാണ് ആക്രമണം നടത്തുന്നത്, ഹിസ്ബുല്ല കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ തവിടി പൊടിയാക്കുകയാണ്, ജനം അവിടെ നിന്നൊഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. UAE ഇന്ന് പറഞ്ഞിരിക്കുന്നത് 3rd വേവ് ഓഫ് ഇറാൻ മിസൈലുകളുടെ 3ാം തരംഗമെന്നോ 3ാം ആക്രമണം ഇന്ന് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ എയർപോർട്ടൊക്കെ അടച്ചിരിക്കുന്നു, വിമാനങ്ങളില്ല. അബുദാബിയിൽ നിന്ന് ഈ ഇന്ത്യക്കാരെയൊക്കെ ഒഴിപ്പിക്കാനായിട്ട് എത്തിഹാദ് എയർലൈൻസ് ഫ്ലൈറ്റുകൾ പറപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെഹ്റാനിലെ UAE എംബസി അടച്ചു പോയി, സ്വാഭാവികം. സൗദി സുൽത്താൻ എയർബേസിനടുത്ത് 5 ഡ്രോണുകളുടെ ആക്രമണം ഉണ്ടായി ഇറാൻ.
അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ആക്രമിക്കുന്നു. UAE-യുമായിട്ട് ഇന്ത്യ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അൽ നഹ്യാനെ വിളിച്ചിട്ട് മോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ, ബഹ്റൈൻ, ഈജിപ്ത്, ഇറാഖ്, ഇസ്രയേൽ, ഗാസ, യമൻ, വെസ്റ്റ് ബാങ്ക്, UAE തുടങ്ങി 13 സ്ഥലങ്ങളിൽ നിന്ന്, ഒമാനും ജോർദനും ഒക്കെ ഉൾപ്പെടെ 13 സ്ഥലങ്ങളിൽ നിന്ന് അമേരിക്കക്കാർ ഉടൻ ഒഴിഞ്ഞു പോകണം എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. ഖത്തറിൽ 100 മിസൈലുകൾ ഇതുവരെ ഇന്റർസെപ്റ്റ് ചെയ്തതായിട്ട്, നശിപ്പിച്ചതായിട്ട് ഖത്തർ വ്യക്തമാക്കി. അത് ബാലിസ്റ്റിക് മിസൈലുകൾ ആയിരുന്നു. 24 ഡ്രോണുകളും ഖത്തർ നശിപ്പിച്ചു. 3 ക്രൂസ് മിസൈലുകൾ ഇറാനിൽ നിന്നത് നശിപ്പിച്ചു. 2 Su-24 ഫൈറ്റർ ജെറ്റുകളും വെടിവെച്ചിട്ടു എന്ന് ഖത്തർ പറഞ്ഞിട്ടുണ്ട്. കുവൈറ്റ് അബദ്ധത്തില് മറ്റേ അമേരിക്കയുടെ വിമാനങ്ങൾ വെടിവെച്ചിട്ടല്ലോ. അപ്പോൾ റിയാദ് എംബസിയിൽ നടന്ന ആക്രമണം ഇതിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ മൊത്തമായി ഇപ്പോൾ ഇറാനെതിരായിട്ടുള്ളൊരു വലിയ ആക്രമണം നടത്തുമോ, അപ്പോഴും അതോ അതൊരു അമേരിക്കയോട് കൂടിയാലോചന എന്നൊക്കെ പറഞ്ഞിട്ടൊരു സമീപനമായിരിക്കും സ്വീകരിക്കുക? അതൊരു വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെങ്കിലും മാഷി ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. 2 കാര്യങ്ങൾ കൊണ്ട് ഈ സൗദി മുഹമ്മദ് ബിൻ സൽമാൻ പട്ടാളത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്, ഇത് തുടരുകയാണെങ്കിൽ നമ്മൾ ആക്രമിക്കണം എന്ന്. അത് സൗദി മാത്രം ആണ്. പക്ഷെ ഇതില് ഉമ്മ എന്ന് പറയുമല്ലോ, ഇസ്ലാമിക സമൂഹം, അതിൻ്റെ ഭാവി സമാധാനം ഒക്കെ നോക്കിയിട്ടാണ് ഇതുവരെ ഗൾഫ് രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ ഇപ്പോൾ ഇറാനെതിരെ ആക്രമിക്കാതിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. 2, അങ്ങനെ ആക്രമിച്ചാൽ ഈ സുന്നി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രയേലിൻ്റെ കൂടെയാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവില്ലേ എന്നൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സൗദി അടി തുടങ്ങിയാൽ പിന്നെ, കാരണം എല്ലായിടത്തും ആക്രമിക്കുകയാണല്ലോ, ശരിക്ക് ഈ ഇറാന് പിടിവിട്ടു പോയിരിക്കുകയാണ്. ഒരു ഏകോപനവും ഒരു കേന്ദ്രീകരണവും ലീഡർഷിപ്പും നേതൃത്വവും ഒന്നും ഇല്ലാതെ എല്ലായിടത്തേക്കും ഈ ഇൻഡിസ്ക്രിമിനേറ്റ് ഫയറിംഗ് എന്ന് പറയില്ലേ, ഒരു യന്ത്രത്തോക്ക് ഒരാളുടെ കയ്യിൽ കിട്ടിയാലേ ഭ്രാന്തനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും പിടിവെക്കില്ലേ, ഒരു ടാർഗറ്റ് ഇല്ലാണ്ട്. അത് ഈ വംശീയ സമൂഹങ്ങളുടെ ഒരു പ്രശ്നമാണ് സർ. അവർക്ക് ഈ ഉഗ്രപ്രതീകാരമായിരിക്കുമല്ലോ, കണ്ണും മൂക്കും ഇല്ലാതെ. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അവരുടെ ഇമാമ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് നഷ്ടത്തെക്കുറിച്ചുള്ള ആലോചനയേ ഇല്ല. ഈ ഇമാമിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ട് സ്വർഗം പോകുക എന്നുള്ളതാണല്ലോ ഒരു ലക്ഷ്യത്തിലേക്ക് വരിക. അപ്പോൾ അതിൻ്റെ ഒരു അപകടം എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഇറാൻ വന്നിട്ട് സൗദി അറേബ്യയുടെ ഈ അമേരിക്കൻ എംബസി ആക്രമിക്കുന്നതോ, അരാംകോയിൽ റാസ്താനൂര ബേസ് ഓയിൽ ഫീൽഡ് ആക്രമിക്കുന്നതോ അതിനേക്കാളേറെ ബാധിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ടി വരും. അത് സൗദി അറേബ്യയിൽ പോലും ഈ പറഞ്ഞ കിഴക്കൻ മേഖലയിലെ പ്രദേശത്ത് എനിക്കറിയാവുന്നതാണ്. അവിടുത്തെ ഈ അരാംകോ കമ്പനിയൊക്കെ ഉള്ള റാസ്താനൂര, അൽ ഖത്തീഫ്, ആ മേഖല മുഴുവൻ ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും ഷിയാക്കൾ കൂടി ഈ വംശീയമായ വീറോടുകൂടി ഇറങ്ങിയാൽ ആഭ്യന്തരമായി ഈ രാജ്യങ്ങളിലൊക്കെ കലാപം ഉണ്ടാകാനുള്ള സാധ്യത. പാകിസ്ഥാനിൽ 20% ഷിയ, അറിയാലോ സാറിന്, 20% വരെയുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ സിറിയയിലുണ്ട്, ലെബനോണിലുണ്ട്, ഇറാഖിൽ പകുതിയിലേറെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ വംശീയമായി തിരിഞ്ഞു കഴിഞ്ഞാൽ അതാത് രാജ്യങ്ങൾക്കും ഭീഷണിയാവുമല്ലോ. ഇങ്ങനെ ഒരു യുദ്ധം ആവുമോ എന്നുള്ളതാണ് ആ ആശങ്ക കൂടി. ഇത് രാഷ്ട്രീയമായ യുദ്ധം, സൈനികമായ യുദ്ധം, സാമ്പത്തികമായ യുദ്ധം പ്ലസ് വംശീയമായ യുദ്ധം കൂടി ആയിത്തീരുമ്പോൾ ഇത് നമ്മൾ പിടിവിട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇപ്പം നമ്മൾ സംശയിക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.